അപ്പൊ അമ്പിയാക്കളുടെ ഔലിയാക്കന്മാരുടെ ഗൗസുല്ലാദം എന്ന പേരോ അംഗീകരിക്കാത്ത ഏതെങ്കിലും ഒരു വലിയുണ്ടോ? മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ സുൽത്താനുൽ ഔലിയാണ്, ഗൗസുല്ലാദമാണ്. അതുപോലെ ഹബീബായ തങ്ങൾ സയ്യിദുൽ അംബിയ ആണ്, സുൽത്താനുൽ അംബിയ ആണ്. ഇത് അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതുണ്ടാവില്ല. കാരണം അത് അള്ളാഹു വെച്ചു കൊടുക്കുന്ന പേരാണ്. ഇപ്പൊ എത്ര സുൽത്താനായി? സുൽത്താനുൽ അംബിയ, സുൽത്താനുൽ ഔലിയ. ഇനി സുൽത്താനുൽ ഉലമ എന്നൊരു പേരും. സുൽത്താനുൽ ഉലമ ആ പേര് നേരിട്ട് മശായിഖ് വെച്ചു കൊടുത്ത ആളാണ് ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ സുൽത്താനുൽ ഉലമയാണ് എന്ന് അംഗീകരിക്കാത്ത ഏതെങ്കിലും ഒരു ആലിമുണ്ടോ? വ്യാജ ആലിമിനെ വിടി, ആലിമിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാവരും അംഗീകരിച്ചു. എന്ന് മാത്രമല്ല, സുൽത്താനുൽ ഉലമ എന്ന് പേര് കൊടുത്തത് ഏതോ ഒരു പ്രസംഗത്തിൽ സുൽത്താനുൽ ഉലമ എന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിച്ച് പേരിട്ടതല്ല, ശിഷ്യന്മാർ കൊടുത്തതല്ല. കൊടുത്തത് അബുൽ ഹസൻ ഷാദുലി തങ്ങളാണ്. ആരെ നിർദ്ദേശത്തിൽ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാ പേരിന്റെ മഹത്വം. എല്ലാവരും അംഗീകരിക്കണം. ഇനി വാരിസാണ് നിങ്ങൾ പറയുന്ന ഈ സുൽത്താനുൽ ഉലമ ഉണ്ടല്ലോ, നിങ്ങൾ സുൽത്താനുൽ ഉലമ എന്നൊക്കെ വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് അത് സ്ഥിരപ്പെടുത്താൻ ശ്രമം നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ വാരിസാണെങ്കിൽ സുൽത്താനുൽ അംബിയ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അംഗീകരിച്ചിരുന്നല്ലോ, സുൽത്താനുൽ ഔലിയ പറഞ്ഞപ്പോൾ അംഗീകരിച്ചിരുന്നല്ലോ. ഇസുദ്ദീൻ തങ്ങൾ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞപ്പോൾ ഉലമ അംഗീകരിച്ചല്ലോ. നിങ്ങളെ നേതാവിനെ സംബന്ധിച്ച് സുൽത്താനുൽ ഉലമ എന്ന് പറയുമ്പോ എത്ര ആൾ അതിനത് അംഗീകരിക്കും? അതൊരു ചോദ്യമല്ലേ? വിറാദത്ത് പൂർണ്ണാകണ്ടേ? ഈ കാലത്തുള്ള ആലിം അംഗീകരിക്കോ? പോകട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ എത്ര ആൾ അംഗീകരിക്കും? പുറത്തു വന്ന് സ്റ്റേജിൽ വിളിച്ചു പറയുന്ന ആളുണ്ടല്ലോ സുൽത്താനുൽ ഉലമ എന്നൊക്കെ. ഉള്ളിലുള്ള എന്താ? മൂപ്പര് ഫാസിക്കാണ് എന്ന് പച്ചയിൽ പറയുന്നവരാ. വെറുതല്ല, ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്, വീഡിയോ അടക്കം എല്ലാ സംഭവം റെഡി. ഈ റമദാന്റെ ശേഷങ്ങളെ കഷ്ടക്കാരാണ്. ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ്. സാമ്പിളിനൊന്ന് അടുത്ത പുത്തനത്താണിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ആളുകൾ പഠിക്കണം, ആളുകൾ തീരുമാനിക്കട്ടെ. ഇതൊക്കെ എന്ത് വിറാസത്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ 4 മൊയ്ലിയമാര് അത് തന്നെ പറയുന്ന ആളുകൾ പോലും അംഗീകരിക്കണില്ല. എന്നാൽ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു വലിയ ഇൽഹാമുള്ള മഹാൻ ഇത് സുൽത്താനുൽ ഉലമയാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ആരാപ്പത് അംഗീകരിച്ചത്? നിങ്ങൾ 4 മൊയ്ലിയമാര് അത് തന്നെ 4 2 കള്ളത്തരം പറയുന്നു. എന്ത് വിറാസത്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ ഒരു കാര്യം വ്യക്തമായി, അമ്പിയാക്കളുടെ അതേ വഴിയിലാണ് നിങ്ങളെങ്കിൽ സുൽത്താനുൽ ഉലമ എന്ന് പറയുമ്പോൾ അത് ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇപ്പൊ ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ എന്താ? ശംസുൽ ഉലമന്റെ പവർ എന്ന് കണ്ടോളി. അത് അൽ ഉലമയിൽ മഹാന്മാർ ഉൾപ്പെടുത്തിയ ആളാണ്, ഷെയ്ഖും വിലായത്തൊക്കെ ഉള്ള ആളാണ്. ഇത് കണ്ടില്ലേ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിശ്വാസപൂർവം, ഈ വിശ്വാസപൂർവത്തിൽ ഒരു ഹെഡിങ് ഉണ്ട്, എഴുത്തച്ഛൻ കണ്ടിയിലെ കൂട്ടുകാർ. എഴുത്തച്ഛൻ കണ്ടി പറഞ്ഞാൽ ഈ കെ, അതില് ഈ കെ ഉസ്താദിനെ കുറിച്ച് എഴുതുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ. എന്താ എഴുതിയത്? ശംസുൽ ഉലമ ഈ കെ അബൂബക്കർ മുസ്ലിയാർ. ശംസുൽ ഉലമ എന്ന് അംഗീകരിക്കാത്ത ഒരാള്, എതിർത്തവർ വരെ പറയല്ലേ, എല്ലാ ആലിമും പ്രഖ്യാപിക്കല്ലേ, അൽ ഉലമയിൽപ്പെട്ട ഔലിയാക്കന്മാർ അംഗീകാരം കൊടുക്കല്ലേ, നാട്ടുകാർ മൊത്തം പറയല്ലേ. അതുകൊണ്ടാണ് മഹാനവറുകളെ ആ അൽ ഉലമയിൽ തന്നെ എണ്ണിപ്പോരുന്നത്. അതേ സമയത്ത് നിങ്ങൾ പേരിട്ട് നോക്കുമ്പോ ഏതുപോലെ ആയിപ്പത്? നിങ്ങൾ ഒരാൾക്ക് ശംസുൽ ഉലമ, അല്ലെങ്കിൽ ഓരോ പേരിപ്പുണ്ടല്ലോ, പേര് ഡിക്ഷണറിയിൽ തീർന്നു പോയിന്. സൈനുൽ ഉലമ, പിന്നെന്താണ് സുൽത്താനുൽ ഉലമ, ബദറുൽ ഉലമ, ബദറു സാദാത്ത്. ഇതൊക്കെ മുൻഗാമികളുടെ ഒരു വിറാസത്തിലും ഇല്ലാത്തത് കൊണ്ട്
ഇതൊക്കെ കുട്ടികൾ ചിരട്ടയിൽ മണ്ണിട്ട് കളിക്കുന്നത് പോലെയാണ്. ഒന്നിനെ സംബന്ധിച്ച് ഇത് ചാറ് എന്ന് പറയും, മറ്റൊന്നിനെ കുറിച്ച് ചോറ് എന്ന് പറയും, ഇത് പുട്ടാണ് എന്ന് പറയും, ഇത് കടലയാണ് എന്ന് പറയും. ഇതുപോലെയാണ് ഈ ഒരു പാരമ്പര്യത്തിലല്ലാതെ നിങ്ങൾ കുറച്ച് ആളുകൾ ഇത് സുൽത്താനുൽ ഉലമയാണ്, ഇത് മറ്റേ ഉലമയാണ്, ഇത് അസദുൽ ഉലമയാണ്, ഇനി മറ്റേ കുറ്റ്യാടികളിലാക്കി വരാൻ പോണ പേരാ അശ്അരിയു സമാനാണ്. ഈ രൂപത്തിലുള്ള പേരുകളൊക്കെ കുട്ടികൾ കളിക്കുന്നത് പോലെയുള്ള ഒരു ആഭാസം മാത്രമാണ്. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും കിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ പാരമ്പര്യം ഇവിടെ തെളിയിക്കേണ്ടിയിരുന്നു. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതുമില്ല. എല്ലാ വിറാസത്തും പൊട്ടിയില്ലേ? എന്ത് വിറാസത്താ നിങ്ങൾ ഈ പറയുന്ന വിറാസത്ത്? ഞാൻ ചോദിച്ചിരുന്നു, അമ്പിയാക്കന്മാരെ അനന്തരക്കാരാണ് എന്ന് പറയുന്ന മുസ്ലിയാരെ പിടിച്ചുകൊണ്ടുവരിക, ചോദിക്കുക ഏത് നബിയുടെ വാരിസാണ്? ഏത് നബിയുടെ? അങ്ങനെ നബിയുള്ള 1,24,000 നബിമാരെ പേരറിയുന്ന മൊയിലേരേതാ? അതറിയാതെ പിന്നെ എങ്ങനെ ഏത് റസൂലിന്റെ വാരിസാന്നാ തീരുമാനിക്കുക? എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഓഫീസുകളിലിരുന്ന് മറ്റുള്ളവരെ ആക്രമിക്കാനും മറ്റുള്ളവർക്കെതിരെ ഗുണ്ടായുസം നടത്താനും ഇതിനൊക്കെ ഏത് നബിന്റെ വിറാസത്താ അങ്ങക്കുള്ളത്? ഏതെങ്കിലും ഒരു നബി അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പേരിങ്ങോട്ട് വരുമ്പോ അതിനേറ്റവും ചുരുങ്ങിയത് ആ കാലഘട്ടത്തിൽ ഒരു വലിയന്റെ അംഗീകാരം വേണം. ആ കാലത്തുള്ള ഉലമ അതിനെ അംഗീകരിക്കണം. അങ്ങനെയാണ് പാരമ്പര്യം. അതാണ് സുൽത്താനുൽ അംബിയാ, അതാണ് സുൽത്താനുൽ ഔലിയാ, അതാണ് സുൽത്താനുൽ ഉലമ. നിങ്ങളുടേതോ അത് കുട്ടികൾ മണ്ണിൽ ചിരട്ടയിൽ മണ്ണിട്ട് കളിക്കുന്നത് പോലെ. ആ പേരും അതിന്റെ യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്ത് വിറാസത്താള്? ഏതെങ്കിലും ഒരു വലിയന്റെ അംഗീകാരം ഉണ്ട് ഈ പറയുന്നത്? ഏതെങ്കിലും ഒരു ഇൽഹാമുള്ള വലിയ അങ്ങനെ പഠിപ്പിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വെറുതെ അവകാശവാദം ഉന്നയിക്കണ്ട. ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങിക്കോളൂ. ആദ്യം താങ്കൾ പറഞ്ഞിരുന്നത്, ആദ്യകാലത്ത് പറഞ്ഞിരുന്നല്ലോ, തസവുഫ് ഉണ്ടാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ വഴി മശായിഖന്മാരെ പിന്തുടരലാണ്. അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇതിനൊക്കെ അബദ്ധം സംഭവിക്കാനുള്ള കാരണം. അതാ കാരണം. ഇപ്പൊ പറയുന്നത് എന്താ? ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ ഈ ഇൽമ് കിട്ടിയാൽ മതി, ഇവിടെ എല്ലാ സംഭവവും നടക്കും, ആത്മീയ ചൈതന്യം ഉണ്ടാകും എന്നൊക്കെ നമ്മളെ അയ്യൂഹൽ വലതൊക്കെ വായിച്ച് പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. അഹംഭാവത്തിലേക്ക് പോകാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ ആത്മീയ ചൈതന്യമുണ്ടാക്കുന്ന കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മഹുല്ല അവിടുത്തെ അയ്യുഹൽ വലദു എന്ന ചെറിയ ഒരു നോട്ട് ബുക്ക് പോലെ ഒരു കിതാബുണ്ട്. അതിൽ അവിടുത്തെ നമ്മളോട് ഉപദേശിച്ചു, മനുഷ്യ നിന്റെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം. അങ്ങനെ ശുദ്ധിയാകുമ്പോൾ മറ്റുള്ളവരെയും നീ മനുഷ്യനായി കാണുക തന്നെ ചെയ്യും. അല്ലാതെ നിന്റെ ഹൃദയത്തിൽ ഒരിക്കലും നീ അഹംഭാവിയാവരുത്, നീ എല്ലാ കഴിവുമുള്ളവനാണ് എന്ന് ധരിച്ചു പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയുണ്ടായി. അങ്ങനെ ആ ഇൽമിന്റെ വിശദീകരണമാണ് തസ്വൂഫ് എന്ന് നമ്മൾ പറയുന്നത്. കിതാബ് വായിക്കുന്നത് അയ്യുഹൽ വലദാ. അയ്യുഹൽ വലദ ആരെ കിതാബ? മഹാനായ ഇമാം അബൂ ഹാമിദിൻ ഗസാലി. ഗസാലി ഇമാം കിബ്ർ ഒഴിവാക്കണം, ഹസദ് ഒഴിവാക്കണം, അഹംഭാവം ഒഴിവാക്കണം. ഇത് പറഞ്ഞിട്ട് അതിന്റെ വഴിയും കൂടി പറഞ്ഞിട്ട് അതിന്റെ നേരെ താഴെയുള്ള വരിയിൽ ആ പറഞ്ഞ മൊയിലാരെ വിറാസത്ത് പൊളിയും. അതാ വായിക്കാത്തത്. വലിയ മൊയിലാരന്റെ കട്ട നമ്മൾ എന്താക്കാനാണ്? 42ാമത്തെ പേജ്. അയ്യുഹൽ വലദ്. ബഹുമാനപ്പെട്ടവര് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിലപാട് മാറുമ്പോഴാട്ടെ നമ്മളെ നിലപാടും മാറല്. അങ്ങനെയാണല്ലോ. ഒരാൾ ചോദിച്ച്, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് പണ്ട് മൂപ്പര് ദീൻ പറയുന്ന ആളാണ്? ആ ദീൻ പറഞ്ഞ കാലത്ത് പറഞ്ഞ ആളെയൊന്നും അതിന്ന് പോയാൽ പോകുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വയല് പറയാൻ ഷെയ്ഖുനെ ഏൽപ്പിച്ചാൽ എനിക്ക് പറയാം, ഞാൻ വയല് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്ത് വയല് പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതിർവരമ്പുകൾ എനിക്ക്
ശരിക്കും വ്യക്തമാക്കി തന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് പറയാം. അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്ന കാലത്തോളം ശൈഖുന ഏൽപ്പിച്ച ആളാണെന്ന നിലയ്ക്ക് എനിക്ക് വാഴ്ന്നു പറയാം. അതിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചാൽ ഞാനാണ് ഉത്തരവാദി. പിന്നെ ശൈഖുനാന്റെ ആളാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇതേപോലെ മടവൂർ ശൈഖുന ഏൽപ്പിച്ച പണിയെടുക്കണം. മകനെയും ശിഷ്യനെയും നന്നാക്കാൻ ശരീഅത്തിൽ മാറ്റം വരുത്തരുത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖദ് അലിംത മിൻ ഹാതൈനിൽ ഹികായതൈനി അന്നക ലാ തഹ്താജു ഇലാ തക്സീരിൽ ഇൽമി വൽ ആന ഉബയ്യിനു ലക മാ യജിബു അലാ സാലിക് സബീലിൽ ഹഖി. നേരായ വഴിക്ക് പോകാൻ കൂടുതൽ പഠിച്ചതുകൊണ്ടൊന്നും കാര്യമല്ല. നിനക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം മോനെ. ഫഅലം അന്നഹു യംബഗി ലിസ്സാലികി ശൈഖുൻ മുർശിദുൻ മുറബ്ബിൻ ലിയുഖ്രിജൽ അഖ്ലാഖ സയ്യിഅത മിൻഹു ബിതർബിയതിഹി വയജ്അല മകാനഹാ ഖുലുഖൻ ഹസന വമഅന തർബിയതി യുസ്ബിഹു ഫിഅലൽ ഫല്ലാ അല്ലദി യഖ്ലഉ ശൗഖ് എന്നൊക്കെ വിശദീകരിച്ച് നിന്റെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കിത്തരുന്ന മശായിഖുമായി ബന്ധപ്പെട്ടോ. അവര് നിനക്കതാ എല്ലാ അനാവശ്യ ചിന്തകളും ഒഴിവാക്കി തരും. അവർ അള്ളാന്റെ റസൂലിന്റെ ഖലീഫമാരാണ്, അവരാണ് വാരിസീങ്ങൾ എന്ന് പച്ചയായി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇതേ ഇബാറത്ത് വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ ഉലമാ സമ്മേളനത്തിൽ വായിച്ചിട്ടുണ്ട്. വായിക്കാനുള്ള കാരണം, അന്ന് തൃശൂർ ഉലമാ സമ്മേളനത്തേക്ക് പോയത് കാലഘട്ടത്തെ മശായിഖന്മാരിൽ പ്രധാനിയായ ഒരു വലിയ മഹാന്റെ നിർദ്ദേശത്തിലാണ് അന്ന് തൃശൂരിലേക്ക് പോയത്. അതിന്റെ പവർ കണ്ടോ? അന്ന് നിങ്ങൾ വെച്ചുകൊടുക്ക്. അപ്പോ ഈ തസവ്വുഫ് ഉണ്ടാവാൻ എന്ത് വഴിയാ? മശായിഖന്മാരെ പിടിക്കലല്ലാതെ വേറെ ഒരു വഴി